CEO കേരള എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിനുശേഷം ഡിസ്ട്രിക്ട് ഏതാണ് ഡിസ്ട്രിക്ട് എന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ LAC ഏതാണ്, കോഴിക്കോടിൽ ഏതാണ്, കോഴിക്കോട് 2 ആണോ 1 ആണോ ബേപ്പൂരാണോ അതേതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കുക. ബൂത്ത് നെയിം കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലാതെ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ വോട്ടറുടെ പേര് നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. മലയാളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോഴാണ് ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പം. ജയപ്രകാശൻ എന്നൊരാളുടേതാണ് കാണേണ്ടതെങ്കിൽ ജയപ്രകാശ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ കോഴിക്കോട് 2 ഉൾപ്പെടുന്ന ആളുകളുടെ ലിസ്റ്റ് മൊത്തം നമുക്ക് കാണാൻ പറ്റും. ഈ കോഴിക്കോട് 2 എന്ന മണ്ഡലത്തിൽ വോട്ട് ചെയ്ത ജയപ്രകാശ് എന്ന വ്യക്തിയുടെ മൊത്തം ഡീറ്റെയിൽസ് നമുക്കിതിൽ സെർച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആരുടേതാണോ തിരയുന്നത് അവരുടെ റിലേറ്റഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അവരുടെ ഫാദറിൻ്റെ പേര് അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ അവരുടെ ഭർത്താവാണെങ്കിൽ ഭർത്താവിൻ്റെ പേര്, ഭാര്യയാണെങ്കിൽ അവരുടെ പേരെല്ലാം ഇവിടെ ഉണ്ടാവും. പിന്നെ അതേപോലെ നിങ്ങളുടെ അഡ്രസ്സും അതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ സെർച്ച് ചെയ്യുമ്പോൾ കൂടുതൽ എളുപ്പമായിരിക്കും. ഇനി 68 പേരും കൂടെ ഉള്ളൂ. ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ആൾ ഏതാണെന്ന് വെച്ചാൽ അത് ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഏകദേശം ഇത് ഒരു 73 ആളുടെ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ 73 ആളുടെ ലിസ്റ്റിൽ ഏതാണ് നിങ്ങളുടെ ആൾ വെച്ചാൽ അത് കണ്ടുപിടിക്കും. ഇങ്ങനെ അച്ഛൻ്റെയോ അമ്മൻ്റെയോ അതേപോലെ ഗ്രാൻഡ് പാരൻസിൻ്റെതോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്.